വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് മൂന്നാർ. പടയപ്പ ഉൾപ്പെടെയുള്ള കൊമ്പനാനകളും മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ എത്തിയതോടെ ഇവയെ തുരത്താൻ RRTയും പാടുപെടുകയാണ്. കാട്ടാനകളെ കാണാൻ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നതും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായാണ് നിലവിൽ നിരന്തരം കാട്ടാനകൾ എത്തുന്നത്. മതപ്പാടിലുള്ള പടയപ്പ, ഹോസുകൊമ്പൻ ഉൾപ്പെടെ 5 ഒറ്റയാന്മാരും ചെറുകൂട്ടങ്ങൾ ഉൾപ്പെടെ 15ലധികം കാട്ടാനകളുമാണ് മൂന്നാർ ദേവികുളം മേഖലയിലെ ജനവാസ മേഖലയിൽ തുടരുന്നത്. പുതിയ കാട്ടാനക്കൂട്ടങ്ങളും മൂന്നാർ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. വിവിധ റേഞ്ചുകളിലായി 3 RRT സംഘങ്ങളാണ് കാട്ടാനകളെ നിരീക്ഷിക്കുന്നത്. ഒരേ സമയം വിവിധയിടങ്ങളിലായി കാട്ടാനകൾ ഇറങ്ങുന്നത് ഇവരുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് നിലവിൽ RRTയുടെ പ്രവർത്തനം. സ്ഥിരമുള്ള ആനകൾ കൂടാതെ ഈ സീസണിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആനകൾ മൂന്നാറിലേക്ക് എത്താറുണ്ട്. ആനകളൊക്കെ 2-3 ആനകൾ പുതുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 6 മാസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. RRT സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ PRT സംവിധാനം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ ആളുകളെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് അലർട്ട് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ 2-3 ദിവസം ഇരിക്കലും തന്നെ നമ്മൾ DFO ലെവലിലും അല്ലെങ്കിൽ CF ലെവലിലും ഒക്കെ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. കാട്ടാനകളെ കാണാൻ വിനോദസഞ്ചാരികൾ തടിച്ചുകൂടുന്നതാണ് വനംവകുപ്പിനെ വലിക്കുന്ന മറ്റൊരു പ്രതിസന്ധി. ജാഗ്രതാ നിർദ്ദേശം നൽകിയാലും വിനോദസഞ്ചാരികൾ ഇത് പാലിക്കാറില്ല. കാട്ടാനകളെ തുരത്തുന്നതിനൊപ്പം വിനോദസഞ്ചാരികളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ട അധിക ചുമതല കൂടി വഹിക്കേണ്ട സ്ഥിതിയിലാണ് RRT സംഘങ്ങൾ. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പരമാവധി കുറച്ച് നാശനഷ്ടങ്ങളും മറ്റനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നത് പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിലെ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജനം, ഇടുക്കി.